ഇത് നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവാണ്. ഇത് ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങി. നമ്മളപ്പോൾ ഇതിൻ്റെ പുല്ലൊക്കെ നന്നായിട്ട് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതിന് ആദ്യം തന്നെ എല്ലുപൊടി ഒരു 2 കിലോ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ജൈവവളം, അതായത് കമ്പോസ്റ്റാക്കിയ കോഴിവളം, അതുപോലെ തന്നെ കോഴിവളവും ഉണക്കയിലകൾ, പച്ചക്കറി വേസ്റ്റൊക്കെ കൂടിയുള്ള കമ്പോസ്റ്റ് വളമുണ്ട് ഉണ്ടാക്കിയെടുത്തത്. അത് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കും. അതൊരു 10 കിലോയാണ് ഇട്ട് കൊടുക്കുന്നത്. 10 കിലോ ജൈവവളം, ഇത് 2 കിലോ. ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്, അത് കാരണം നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നനവുള്ള സമയത്ത് ഇപ്പോൾ ഒക്ടോബർ മാസത്തിലാണ് ഈ വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പ്ലാവ് ഇത് 3 വർഷം കഴിഞ്ഞ പ്ലാവാണ്. കുറച്ചൊക്കെ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്ലാവുകളിലൊക്കെ ചക്കയായിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇത് ചെറിയ പ്ലാവാണ്, വലിപ്പം വളർച്ച ഇച്ചിരി കുറഞ്ഞ പ്ലാവാണ്. ആദ്യം 3 വർഷമായെങ്കിലും വളർച്ച കുറവാണ്. ഒരു കൊമ്പൊക്കെ ഒടിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇത് ഇതുമ്പോൾ ചക്ക ഉണ്ടായിട്ടുണ്ട്. അതെ, താഴെ തന്നെ ഉണ്ടായി മുട്ടി കിടക്കുന്നുണ്ട്. ഇത് കിട്ടുമെന്ന് അറിയില്ല, കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇവിടെ താഴെ. പിന്നെ ഇതിൻ്റെ അതേ ടൈമിൽ വെച്ചത് വലിയ പ്ലാവൊക്കെ വലുതായിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി പോയതാണ്, ഒടിഞ്ഞു പോയ കാരണം ചെറുതായി പോയത്. ഇത് ആയുർജാക്കിൻ്റെ പ്ലാവാണ്. ഇത് ഏകദേശം ഒരു 4 വർഷത്തേക്ക് ആവണം. ചക്കയൊക്കെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒക്ടോബർ മാസമാണ് ശരിക്കും ചക്ക ഉണ്ടാകുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ വളം ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ പ്ലാവുകൾക്കും വളം ചെയ്തു കൊടുക്കുന്ന സമയമാണ്. നമ്മളിപ്പോഴാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതിന് മുമ്പും ചെയ്തു കൊടുക്കാം. അത് ഓരോരുത്തരുടെ സമയം അനുസരിച്ച്. മഴ ഒരുപാട് കൂടി നിൽക്കുന്ന സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിന് എന്തെങ്കിലും ഫംഗൽ ബാധ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ സാഫ് പോലെയുള്ള എന്തെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് അപ്പോൾ ഈ ഫംഗൽ ബാധയിൽ കുറച്ച് കുറവ് കിട്ടും. ഈ പ്ലാവിന് മെയിനായിട്ട് വരുന്നത് ഈ ഇതിൻ്റെ കടയോട് ചേർന്ന് പുല്ലും അതുപോലെ തന്നെ എന്തെങ്കിലും കളകൾ ഇലകളൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഫംഗൽ ബാധ പെട്ടെന്ന് കയറും. ഈ പുതിയ തരം പ്ലാവുകൾ, ഒട്ടുപ്ലാവുകൾക്കുള്ള ഒരു പ്രശ്നം അതാണ്. അപ്പോൾ പലതും കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫംഗൽ ബാധ വരാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ ബോഡമിശ്രിതം അടിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ സാഫ അതുപോലെയുള്ള ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാം. അത് നല്ലതാണ് ശരിക്കും പ്ലാവിന്. നമ്മൾ എല്ലുപൊടി ഇട്ടതിന് ശേഷം മുകളിലൂടെ ജൈവവളം ഇട്ട് കൊടുക്കുകയാണ്. അതായത് കമ്പോസ്റ്റാക്കിയ കോഴിവളമൊക്കെ ആയിട്ടുള്ളത്, കോഴിവളം, കിച്ചൺ വേസ്റ്റ് എല്ലാം കൂടിയുള്ളത്. ഇത് പ്ലാവ് ചെറുതായ കാരണം നമ്മൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒരു ബക്കറ്റ്. കുറച്ചുകൂടി വലിയ പ്ലാവുകൾക്ക് നമ്മളൊരു 2 ബക്കറ്റ് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ജൈവവളം. അപ്പോൾ നമ്മൾ പ്ലാവിൻ്റെ വളം ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.